ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗൈസ്, ചെറിയ ഒരു പ്രശ്നം, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. ഹലോ ഗൈസ്, ഐ ആം ബാക്ക്. കണ്ടോ, ഞാനിപ്പോൾ പുതിയൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്നെപ്പോലെ തന്നെ ഈ ഒരു ക്രാഫ്റ്റ് ആൻഡ് ബിൽഡ് ഗെയിമാണ് കളിക്കുന്നെങ്കിൽ നിങ്ങൾക്കിത് ഷോ ക്യാമറ പേഴ്സെറ്റ് എന്ന് പറഞ്ഞൊരു ഈ ഒരു സാധനം നിങ്ങൾക്കിപ്പോൾ ഇടാൻ പറ്റും. അത് പണ്ടത്തെ ഇതിലൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ അതുണ്ട്. നമ്മൾ ഈ ഒരു കണ്ണിൻ്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 പിക്ചർ നമുക്ക് കിട്ടും തന്നെ. അപ്പം ഞങ്ങൾക്കൊരു സൂത്രം കാണിച്ചത്, നമ്മൾ എൻ്റെ ഒരു സീഡ് കളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കളിച്ചാൽ മതി. സീഡ് പറഞ്ഞുതരാം. ഇതെന്താ അറിയോ, കാണിച്ചു തരാം. ഒരുത്തരിവിടെ ഞാൻ ട്രാപ്പാക്കി ഇട്ടേക്കുന്നു. ഇവിടെ ഇരുന്നോട്ടവൻ. ഇവിടെ നെറ്റ്ഫ്ലിക്സ് ആണ് പടായിരുന്നു. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സോംബിയുടെ സ്പോണറാണ്. ഈ ചെസ്റ്റൊക്കെ ഞാൻ തുറന്നു. ചെസ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ആവശ്യമുള്ളതെല്ലാം ഞാൻ എടുത്തുകൊണ്ടും പോയിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എന്തൊക്കെയാണ് എടുത്തതെന്ന് ഞാൻ ഒരു അയേൺ പിക്കാക്സും അതുപോലെ തന്നെ ഒരു മെയിൻ സാധനം ഗൈസ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഞാൻ ഫുൾ കോപ്പർ ആർമർ ആയിട്ടുണ്ടാവും. എന്നാൽ ഞാനിപ്പം ഫുൾ അയൺ ആർമറാണ് ഗൈസ്. ഞാൻ ഫുൾ അയൺ ആർമർ. ഞാൻ കുറേ നേരം മൈനിങ്ങിന് പോയി. ഏകദേശം ഒരു 2-3 മണിക്കൂറെങ്കിലും ഞാൻ മൈനിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ അയണാണ്. 2-3 മണിക്കൂറും അത്രയൊന്നും പോയിട്ടുണ്ടാവില്ല, എന്നാലും ഏകദേശം അത്രയൊക്കെ പോയി. പൂച്ചാണ്ടി പോൻ നിൽക്കടാ അവിടെ. ഒരടിയും കൂടെ ഒരു അയൺ ചത്ത്. എന്തിനാ കൊന്നേന്ന് ഇപ്പം എനിക്ക് തന്നെ അറിഞ്ഞില്ല. ഒരു പ്രത്യേക സുഖം അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ഗോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസാണ്. ഞാൻ ഒരൊറ്റ കാര്യമുള്ളൂ, പ്ലീസ് നിങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുമോ പ്ലീസ്. നിങ്ങൾ ലൈക്കോ സബ്സ്ക്രൈബോ ചെയ്തില്ലെങ്കിലും വേണം, ഒന്ന് ഷെയർ ചെയ്താൽ മതി. കാരണം ഈ ഒരു നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ കുഴപ്പമാണോ ഇങ്ങനെ ഈ ഒരു വ്യൂവേഴ്സ് കുറവ് വരുന്നത്, അതെയോ വേറെന്തെങ്കിലും ആണോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേ. എനിക്കത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് ഈ നെയിം ടാഗ്. അതുപോലെ തന്നെ ഈ 2 ഹോഴ്സ് ആർമർ, ഒന്നിതും. ഇത് അയൺ ഹോഴ്സ് ആർമർ, ഒന്ന് ഗോൾഡ് ഹോഴ്സ് ആർമർ. ഈ നെയിം ടാഗിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അയൺ കൊണ്ട് ആൻവീൽ എന്ന് പറഞ്ഞൊരു സുനാപ്പി ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പേര് ഏത് സാധനത്തിന്, ഇപ്പോൾ ഇതിൻ്റെ പേര് സ്റ്റോൺ സോഡ്. ഇത് ആൻവീൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ കീൻ സൺഡ്യൂ നൽകാം, അല്ലെങ്കിൽ മെഗാബൈറ്റ് സോഡ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ സോഡിന് എനിക്ക് പേര് കൊടുക്കാം. അത് എന്നെ കൊണ്ട് കഴിയും. അതിന് ആ ആൻവീൽ നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണം. ഇതെന്ത് സാധനം ഗൈസ്? പട്ടി ബോൺ കൊടുത്ത ഫ്രണ്ടാവും. ടൈം അവ രണ്ടും കഴിച്ചു. എനിക്കൊന്നും തന്നില്ല. ലീഷ് ഉണ്ടോ? ഉണ്ട്. അവനെ കെട്ടിയിട്ടു. നമുക്ക് എന്തായാലും ഒരു ബോണും കൂടെ കൊടുത്താൽ ഫ്രണ്ടാവെന്ന് വിചാരിക്കുന്നു. ഇല്ല നമുക്ക് ഗായ്സ് ഇതിനോട് ഹോഴ്സ്, എനിക്ക് ഹോഴ്സ് ആർമർ സൈഡിലൊക്കെ ഉണ്ടാക്കാം. ഞാൻ എന്തായാലും നേരം വിളിക്കട്ടെ ഗായ്സ്. ഇതെനിക്ക് നല്ല ലക്കുള്ള ടൈമാണ്. ഒരു പട്ടീനെ എനിക്ക് ഫ്രണ്ടായി കിട്ടി. എന്തായാലും ഉറങ്ങട്ടെ. എൻ്റെ കയ്യിലാണ് നെയിം ടാഗ് ഉണ്ട്. ഇവനൊരു ഫെൻസ് ക്രാഫ്റ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കെട്ടിച്ചാലോ? അതിൻ്റെ ഉള്ളിലല്ല, പുറത്തങ്ങ് കെട്ടിച്ചാലോ? ഇതെന്ത് സാധനം? ബ്രഷ്. അത് വേണ്ട. ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യായിരുന്നു. ഇനമേ പേടിപ്പിക്കല്ലേ. വെയിറ്റ്. ഫസ്റ്റ് എനിക്ക് കുറച്ച് സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്. ഒരു സ്റ്റിക്കുകളുടെ കയ്യിൽ ഫർണസിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കാണ്. ഞാൻ അത് അയൺ സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 17 ഉണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഭയങ്കര റിച്ചായി. ഞാൻ കുറേ നേരം മൈനിങ്ങിന് പോയതിൻ്റെ ഒരു ഫലമാണ് ഗൈസ് അത്. കുറേ ഇത് ക്രാഫ്റ്റ് ചെയ്തു. എവിടെയെങ്കിലും അതാ ഫെൻസ്. എനിക്ക് വെറും ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി 3 ക്രാഫ്റ്റ് ചെയ്യും. ഇവിടേക്ക് വെക്കുക. എന്നിട്ട് ഇവനവിടെ കെട്ടിയിട്ടു. ഇനിയിപ്പോൾ എനിക്കെന്തെങ്കിലും തിന്നാൻ പോർക്കൻ തിന്നാൻ. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ഒരു സാഡിലും ക്രാഫ്റ്റ് ചെയ്യണം. സാഡിലെങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുക, അതിനുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതിനുമ്പോൾ എനിക്ക് 3 ലെതർ വേണം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരേ ഒരു പീസ് അയണ് നമുക്ക് ഫുള്ളങ്ങ് എടുത്തേക്കാം. അത് ഒരെണ്ണം കിട്ടി. ഇനി ഇവിടേക്ക് വരിക.
അയണിൻ്റെ സെൻറ്ററിലൊക്കെ എനിക്ക് ഇങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ റെസിപ്പി നോക്കി നോക്കാം. എന്നിട്ട് ഒന്നിവിടെ അത് സൈഡിൽ കിട്ടി. ഇത് തന്നെ സൈഡിൽ. ഇനി നമുക്ക് ഇതുകൊണ്ട് ഇവിടേക്ക് വരിക. ഒരു ഗോൾഡ് ഹോഴ്സ് ആർമർ ഇങ്ങോട്ട് എടുക്കുക. ഇനി ഇതുകൊണ്ട് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ഒന്നും ഇല്ലാത്ത കൈ കൊണ്ട് ഒരു ഹോഴ്സിനെ പോയി ക്ലിക്ക് ചെയ്യണം. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഇങ്ങനെ അവനിങ്ങനെ കറങ്ങി നമ്മളെ ഉന്തിയിടും. വീണ്ടും നമ്മൾ അതുപോലെ തന്നെ കയറണം. ഇങ്ങനെ കയറി കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഉന്തിയിടും. ഇനി വീണ്ടും ഒന്നും കൂടെ കയറണം. ഇപ്പോൾ നമ്മൾ വീണ്ടും പുറത്തിട്ടു. ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഫ്രണ്ട് നമ്മളാവണം. അതിനാവണമെങ്കിൽ അതൊരു ലവ് ഉറപ്പിക്കുക. ഇതിലങ്ങനെ വരൂലേ? എടാ ഞാൻ എൻ്റെ ഫ്രണ്ടാടാ. ഇവന്ത് ഇങ്ങനെ അവൻ്റെ ഫ്രണ്ടായിട്ടുണ്ട്. കണ്ടോ, ഒരു ലവ് ഉറപ്പിച്ചേ. ഇനി നമുക്ക് വേണ്ട ഈ ഒരു സാഡിൽ എന്ന് പറഞ്ഞ സാധനം ഇട്ട് കൊടുക്കാം. അയ്യോ ഇതിൻ്റെ റോങ് എന്തിയേ? ഇതിൻ്റെ റോങ് പോയി. ഇപ്പം നമുക്ക് ഇവനെയും കൊണ്ട് എങ്ങോട്ട് വേണേലും പോവാം. നമുക്ക് ഒരു ഹോഴ്സ് ഞാൻ ഇട്ട് കൊടുത്തു. അയ്യോ ഇത് ഭയങ്കര അയ്യോ സോറി. അയ്യോ ഗൈസ്, ഗെയിം മൊത്തം പോയി. മൈ മിസ്റ്റേക്ക്. ഇവനെ കൊണ്ട് ഇപ്പം നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവന് അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഹോഴ്സിനെ കണ്ടാൽ ഇവനെ തട്ടി നമുക്ക് അവനെ ഫ്രണ്ടാക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ഹോഴ്സും ഇല്ല. ഞാൻ പറഞ്ഞു നടക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട നമ്മുടെ മഴ തുടങ്ങി. എനിക്ക് ഒരു സ്പോണറിൻ്റെ അടുത്ത് ഞാൻ ഒരു ബോണും കൂടെ കണ്ടു. അതും കൂടെ വേഗം എടുത്തിട്ട് വരട്ടെ. ഒരൊറ്റ ബോണും കൊണ്ട് അവൻ ടൈം ആവുകയാണെങ്കിൽ നമുക്കൊരു ആൻവിയിൽ പെട്ടെന്ന് തന്നെ ക്രാഫ്റ്റ് ചെയ്യണം. ഹോഴ്സിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് നല്ല സ്പീഡിൽ പോവുകയും ചെയ്യും. നമുക്ക് വലിയ ഡാമേജ് തരത്തുമില്ല ഹോഴ്സിൻ്റെ പുറത്ത് കയറി കഴിഞ്ഞാൽ. പക്ഷേ ഹോഴ്സും ചാവൂട്ടോ ഗൈസ്, അവന് ഹെൽത്ത് ഉണ്ട്. ഇവൻ പോയില്ലേ? അവനെ ഞാനങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഗൈസ്. എൻ്റെ ഉള്ളതെന്ന് തോന്നുന്നു ഒരു ബോൺ ഇവിടെ ഞാൻ ബോൺ മീലാക്കാൻ വേണ്ടി വെച്ചാണ് ഗൈസ്. ഓക്കെ കുഴപ്പമില്ല. മാറ നിനക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. നിൻ്റെ ജയിലത്, നീ ചോദിച്ചു വാങ്ങിയ ജയിൽ. നീ അതിൻ്റെ ഉള്ളിൽ തന്നെ വേണം. ഓക്കെ ഞാൻ വീണ്ടും അവൻ്റെ റൈഡ് കയറി. ഇനി നമ്മൾ ഈ സൈഡിൽ ഊരിയാലും ഇവൻ നമ്മുടെ ഫ്രണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇനി ഉന്തി ഇടേണ്ട അങ്ങനത്തെ പരിപാടി ഇനിയും ചെയ്യണ്ട. അതുപോലെ സൈഡിൽ ഡയറക്റ്റ് ഇടാനും പറ്റും. അതിൽ കൂടെ ഞാൻ ഇതാണ് കേട്ടോ ഹോഴ്സിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇനി എൻ്റെ പൊക്കത്ത് പറഞ്ഞാൽ ഭയങ്കര ചൊറയാകായി സദാ ഞാൻ കുടുങ്ങി. എന്തിനാ ഇപ്പം അങ്ങോട്ട് ചാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോഴ്സിന് വെള്ളത്തിൽ കൂടെ വലിയ സ്പീഡ് വലിയ കുഴപ്പമില്ല. മുകളിലെത്തിയിട്ടുണ്ട്. അതെ നേരെ ബോണും കൂടെ കാണിച്ചാൽ ടൈം ആവുമല്ലോ അല്ലേ? ഇത് ഭയങ്കര സോറി. ഇവിടുത്തെ ഹോം എന്തി ഇവിടെ നിൽക്കുക പോയി. ഇനി ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഈ ഒരു ബോണാണ് എടുത്ത് കാണിച്ച് ടൈം കൊടുത്താൽ അവനെൻ്റെ ഫ്രണ്ടായില്ല. ഫ്രണ്ടാടാ. ഇവൻ എൻ്റെ കയ്യിലുള്ള എല്ലാ ബോണും വിഴുങ്ങി. അയ്യോ ഇനി ഇവനെങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. ഇവനൊരു ലീഷ്. ഇനി എൻ്റെ ഒരു വള്ളിയില്ല. ഇവിടെ പുറത്ത് കയറി നടക്കണം ഇനി ഞാൻ. ഓക്കെ അവിടെ എൻ്റെ ഒരു ചെറിയ ഒരു ഐഡിയ ഉണ്ട്. എത്രത്തോളം 12 എണ്ണം വേണമെന്നില്ല, 11 എണ്ണം മതിയാവും. നോക്കി നോക്കട്ടെ. ഇതിൽ ഇത് ഞാൻ എടുക്കുന്നതോറും എനിക്ക് പ്രശ്നം. ഒന്നിവിടെ ഇനി ഒന്നിവിടെ ഒരു ബ്ലോക്ക് ഗ്യാപ്പ് വിട്ട് ഇവിടെ പോലെ. അതാ നിന്നെ കൊണ്ട് ഇനി ഇവനെ ഇതിൻ്റെ ഉള്ളങ്ങ് കയറ്റി നിർത്തി ഇറങ്ങിയാൽ മതി. ഫ്രണ്ട്സിൻ്റെ കയ്യിരുന്നോട്ടെ. ഇതിൻ്റെ പുറത്തിറങ്ങിപ്പോല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇതിൻ്റെ പുറത്തേക്ക് ഒരിക്കലും ഇറങ്ങൂല. എനിക്കിതിപ്പോൾ എൻ്റെ കോപ്പർ ആർമറാണ്. അതൊക്കെ മാറി ഞാൻ ഫുൾ അയൺ ആർമറായി കിറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റേ ഡയമണ്ട് ആണെന്ന് പോയി മൈൻഡ് ചെയ്തതാണ്. ലാപ്പിസ് ലൂയിസ് സാധനങ്ങളാണ് കിട്ടുന്നത് എനിക്ക്. അപ്പം ചത്തു.
ആര് ഡ്രൗണ് കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ അമ്മേ അവനെ കൊല്ലാൻ പോകുന്ന പട്ടി. ഇങ്ങനെ അവൻ ഓടിക്കഴിഞ്ഞാൽ ലീശ അഴിഞ്ഞു പോയല്ലോ. ഇവനെയും കൂടെ ഒരു ഫെൻസിൻ്റെ ഉള്ളിൽ ഇട്ടോക്കൊണ്ട് വരുമോ? ഇനി എൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? ഫെൻസേ ഇല്ല. അപ്പം ഞാൻ നേരത്തെ പൊട്ടിച്ചെടുത്തിരുന്നു. ആ ചെസ്റ്റിൻ്റെ ഉള്ളിൽ വെച്ചല്ലോ അല്ലേ. ഈ ഒരെണ്ണം കയ്യിലേക്ക് അങ്ങ് എടുക്കാം. ഇന്ന് അവൻ്റെ മുഖം തന്നെ നോക്കിയിട്ട് ഗൗരവകരമായിട്ട് അവനെങ്ങാനും ഞാൻ അറിയാതെ അടിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടേക്ക് വന്ന് ഇവനാദ്യം ഇവിടെ അറ്റാച്ച് ചെയ്യട്ടെ. ഇനി അയ്യോ അവിടെ അല്ലായിരുന്നു അത്. കുഴപ്പമില്ല, ഞാൻ വേഗം പോയി ഒരു ഗേറ്റ് ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഗേറ്റ് ക്രാഫ്റ്റ് ചെയ്തു. ഇതിവിടെ വാട്ട് ദ ഹെൽ. കുറേ ടൈം എടുക്കുമല്ലോ. എന്തിൻ്റെ ഗേറ്റ്? അതായിരിക്കുന്നു. ഒരു ഗേറ്റ് എടുത്ത് ഇവിടെ വെച്ചിതാ. ഇവിടെ 2 പേരെ അതിൻ്റെ ഉള്ളിൽ അങ്ങ് ലോക്ക് ചെയ്തിട്ടു. ഇനി അവന്മാർ അതിൻ്റെ ഉള്ളിൽ കിടന്നോളൂ. നമുക്ക് 2 നെയിം ടാഗ് കിട്ടിയിട്ടുണ്ട്. 2 പേർക്ക് എനിക്ക് പേര് കൊടുക്കണം എന്നാണ് ആഗ്രഹം. ഞാൻ എന്തായാലും കുതിരേൻ്റെ കാര്യം ആലോചിക്കട്ടെ. പക്ഷെ ഇവന് എന്തായാലും ഒരു പേര് കൊടുക്കും. ആ പേരൊന്നും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ അധികം മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. ഇവിടെ ഞാൻ ക്യാരറ്റും പൊട്ടറ്റോയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവിടുന്ന് വില്ലേജിൽ നിന്ന് എനിക്ക് കുറച്ച് പൊട്ടറ്റോയും കൂടെ കിട്ടി. അപ്പം ഞാൻ അതും ക്യാരറ്റും നട്ടു വെച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ ബേസിൻ്റെ പണി നമുക്ക് തുടങ്ങണം. ഞാൻ ഈ മഴയൊക്കെ മാറിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ കണ്ടോ ആ മഴയെല്ലാം പോയി നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ വീടിൻ്റെ കാര്യം വലിയ ട്യൂട്ടോറിയലായിട്ട് അങ്ങ് പറയുന്നില്ല ഗൈസ്. കാരണം ഞാൻ ഒരു വട്ടം എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വീടിൻ്റെ. പിന്നെ ഞാനത് വീണ്ടും പറയുന്നത് നിങ്ങളൊരു ബോറടിപ്പിക്കലാണ്. ഞാൻ അതെന്തായാലും പറയുന്നില്ല. അപ്പം എനിക്കിതിനു വേണ്ടി കുറച്ച് റീസോഴ്സൊക്കെ ആവശ്യമുണ്ട്. അതൊക്കെ ഒന്ന് എനിക്കിനി എടുക്കാൻ പോകണം. അപ്പോൾ എനിക്കിതാ ഈ കാട്ടിൽ ചെന്ന് കുറേ മരങ്ങളൊക്കെ വെട്ടാനൊക്കെ ഉണ്ട്. ഞാൻ മെയിനായിട്ട് ഈ ഒരു കോബിൾ സ്റ്റോണും ആ ഒരു ഓക്ക് ലോകം കൊണ്ട് തന്നെ ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാന്. എത്രത്തോളം അത് നന്നായിട്ടുണ്ടാകും കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട അതേ ഒരു വീട് തന്നെ. കാരണം ഈ അണ്ടർ വാട്ടർ ബേസ് ഒന്നും ആരും കമൻ്റൊന്നും ചെയ്തില്ല. വലിയ വ്യൂസ് എനിക്ക് കിട്ടിയില്ല. 7 വ്യൂസാണ് എനിക്ക് കിട്ടിയത്. വളരെയധികം എനിക്ക് സങ്കടമുണ്ട്. വളരെയധികം. ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഗൈസ് പ്ലീസ്. നമ്മളെ വീട് പണി ചെയ്യാം. അതിനുമേ എൻ്റെ റീസോഴ്സ് എല്ലാം ഒപ്പിച്ചിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ വീണ്ടും എത്തി. ഞാൻ ഇവിടെ നിന്നല്ല കേട്ടോ മരം മുറിച്ച്, കുറച്ചപ്പുറത്ത് പോയിട്ടാണ് ഞാൻ മരം മുറിച്ചത്. കാരണം കുറച്ച് എക്സ്പ്ലോറും കൂടെ ചെയ്യാമെന്ന് കരുതി. പക്ഷെ അവിടെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും കണ്ടൊന്നുമില്ല. വെറും ഇതുപോലെ തന്നെ കാട് മാത്രം. ഞാൻ അതങ്ങനെ എൻ്റെ ഐറ്റംസ് എല്ലാം ഒപ്പിച്ചിട്ടുണ്ട്. ഇതാ 3 സ്റ്റാക്ക് കോബിൾ സ്റ്റോണ്, 3 സ്റ്റാക്ക് 1 സ്റ്റാക്ക് ഓക്ക് ലോകം. പിന്നെ ഇത് 2 ഒപ്പിക്കാൻ വലിയ പാട് കിട്ടില്ല ഗൈസ്. കാരണം ഇത് എനിക്ക് 1 സ്റ്റാക്കിൽ നിന്ന് തന്നെ 2 സ്റ്റാക്ക് കിട്ടിയതാണ്. ഇതെനിക്ക് വലിയ പാടൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത് അത്യാവശ്യം നല്ല പാട് കിട്ടും. എൻ്റെ ഒരു ആക്സ് ഞാൻ അത്ര 4-5 ആക്സും കണ്ട് എടുത്തിട്ടുണ്ട്. 4 സ്റ്റോണിൻ്റെയാണ്, വേറൊന്നുമില്ല. 4-5 പിക്കാക്സ് എടുത്ത്. ആക്സ് 3 കണ്ട് ഞാൻ എടുത്ത് എണ്ണി വെച്ചില്ല ഗൈസ്, സോറി. എന്നാലും വീട് പണി അങ്ങ് ആരംഭിക്കാം. അപ്പം ഞാൻ അതാ ഇവിടുന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഞാൻ എന്തായാലും വീട് പണീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ പെടുത്തുന്നില്ല. ജസ്റ്റ് ഇതാ അവിടെ ബ്ലോക്ക് വെച്ചു. നമ്മുടെ ആദ്യത്തെ ബ്ലോക്ക് ഇതാ അവിടെ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ബ്ലോക്ക് വെച്ച് എല്ലാവരും കണ്ടോ? നിൽക്കുന്ന സദ്യയൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ പട്ടിക്കുട്ടിക്ക് പറ്റിയൊരു പേര് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ മുഖം നോക്ക്. അപ്പോൾ അടിച്ചവൻ കടിക്കുന്നുണ്ട്, ഞാൻ കടിക്കുന്നില്ല. ഓക്കെ, ആദ്യത്തെ ബ്ലോക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വീട് ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാനിത് എൻ്റെ വീട് പണി തീർത്തു. നേരത്തെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടാവും. വേറൊന്നുമല്ല, എൻ്റെ സ്ക്രീനിന് ചെറുതായിട്ടൊന്ന് പണി കിട്ടിയതാണ്. എൻ്റെ സോഡ് അതിന് ഇവിടെത്തി. പണി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ സെറ്റിങ്സ് ഒന്ന് ക്ലാസിക് ആയിപ്പോയി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഹാർട്ട് കാണുന്നില്ല. ക്രിയേറ്റീവ് മൂഡ് വരെ ആയിപ്പോയി ഗൈസ്. അത് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ എൻ്റെ വീട് ആദ്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതുണ്ടോ? ഇതാ ഇവിടെ നമ്മൾ ബ്രൂയിൻസിൻ്റെ ചെസ്റ്റ് എല്ലാം വെച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതുണ്ടോ? പക്ഷെ പ്രശ്നം ഇതാ ചെസ്റ്റ് തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഈ ബാരലിരിക്കുന്നുണ്ട്.
ബാരലെന്ന് വെച്ചാൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരു പുതിയൊരു സാധനമാണ്. ഇവിടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കിടില സാധനം വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാട്ടത് ഞാൻ കഷ്ടപ്പെട്ടുണ്ട്. നമ്മുടെ ബോട്ട് ജെട്ടിയാണ് ഗൈസ്. ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണത്. അത്യാവശ്യം നല്ല രീതിയിൽ റിസ്ക് എടുത്ത് ഞാൻ ഉണ്ടാക്കിയൊരു വീട്. പിന്നെ അതുമാത്രമല്ല, ഇവൻ തോടി കളിക്കുന്നത്. ഞാനത് ഇവിടെ ഇവന് വേണ്ടി ചെറിയൊരു തൊഴുത്ത് ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹേവയിൽ ഒപ്പിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട്, എന്നാലും കുഴപ്പമില്ല, ഞാൻ ഒപ്പിച്ച്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ മടുത്ത് കഴിച്ചു. ഞാൻ കുറേ നേരം ഇന്ന് ചെയ്യുന്നു. അതിൽ എപ്പോഴും ആ ഒരു ഹാർട്ടിൻ്റെ പ്രശ്നം ചെറുതായിട്ടൊരു പ്രശ്നമാണ്. അത് ഞാൻ നാളെ എല്ലാം മാറ്റിയിട്ട് വരാം. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.